ഈ സിനിമ പ്രൊഡ്യൂസർമാർ പറയുന്നു ഇനി സിനിമ ഉണ്ടാകത്തില്ല, എല്ലാവരും ഓരോ പിന്നെ സിനിമ ഇല്ലെങ്കിൽ ഇനി ഇവിടെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും, പിന്നെ ഇൻഡസ്ട്രി ജോലി ചെയ്യുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അത് ശരിയാണ്. അത് അവരെ ഭീഷണിപ്പെടുത്തുന്നതാണോ എന്നറിയത്തില്ല. ഇനി സിനിമ ഉണ്ടാകത്തില്ല, അതുകൊണ്ട് എല്ലാവരും ഇനി പട്ടിണിയാകും, അതുകൊണ്ട് വലിയ ശമ്പളമൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതാണോ എന്നറിയത്തില്ല. പക്ഷേ അതിൽ കൂടുതൽ സാധ്യത ഭയങ്കര രസം എന്നാണെന്നറിയോ, ഉടനെ പൃഥ്വിരാജ്, മോഹൻലാൽ അവരൊക്കെ ഇറങ്ങി അടക്കം പറയാൻ പോവുക, അതൊക്കെ ചെയ്യാൻ പോവുക, അതൊക്കെ പറയും. വാർത്തകൾ ഇങ്ങനെ കുത്തി കയറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ഓരോ ടീമുകൾ ഇറങ്ങിയേക്കുക. ഇവിടെ ഹേമ കമ്മിറ്റി ആണല്ലോ നമ്മൾ, അതിനെപ്പറ്റി ഒന്നും ആരും പറയുന്നില്ല. എന്ത് പറ്റിയെന്ന് മറന്നുപോയോ, വേണ്ടെന്ന് വെച്ചോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയൊക്കെ എന്തൊരു ബഹളമാണ് ഇപ്പോൾ, അത് കാണാനേ ഇല്ല. ഏത് വഴി പോയെന്നറിയത്തില്ല. അത് കഴിയുമ്പോൾ പല പല പ്രശ്നങ്ങളാണ്. ആണെങ്കിൽ ബറോസൊക്കെ റിലീസ് ചെയ്ത് കളഞ്ഞു. 1600 ദിവസം കൊണ്ട് കൊച്ചു പിള്ളേരുടെ വായിരിക്കുന്ന മൊത്തം കേട്ട ആദ്യത്തെ മഹാനടൻ. എന്താണ് ഇവിടുത്തെ ഇഷ്യൂ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും മുക്കിയൊക്കെ തന്നെയാണ്, നല്ല രീതിയിൽ അതങ്ങ് മുങ്ങിപ്പോയി. എന്തുവാന്ന് അല്ലാതെ ഇവിടെ പ്രൊഡ്യൂസർമാരുടെ അസോസിയേഷനോ സിനിമ എടുക്കാതിരിക്കുമോ? എടുത്താൽ ഇനി ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ പെൺപിള്ളേരെല്ലാം കൂടെ പേടിച്ചിരിക്കുമായിരിക്കും അല്ലേ?